ചാനൽ എല്ലാവർക്കും ഹബീസ് ടീച്ചിങ് വേൾഡിൻ്റെ പുതിയതിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ബാക്കിയാണ് പഠിക്കാൻ പോകുന്നത് സോയിൽ സീഡ് ആൻഡ് സോയിലിൻ്റെ. നോക്കോ, സ്റ്റാൻഡിങ് ഇൻ ദ ഹോട്ട് സൺ, എച്ചുവമ്മ ടാക്ക്ഡ് അബൌട്ട് ഫാമേഴ്സ് ആൻഡ് ദെയർ മെത്തേഡ്സ് ഓഫ് ഫാമിംഗ്. അവർ ആ ഒരു വെയിലത്ത് നിന്നുകൊണ്ടിട്ട്, സ്റ്റാൻഡിങ് ഇൻ ദ ഹോട്ട് സൺ എന്താണ്, വെയിലത്ത് നിന്നുകൊണ്ട് എന്നതാണ്. അവർ ആ വെയിലത്ത് നിന്നുകൊണ്ട് എച്ചുവമ്മ ഫാമേഴ്സിനെ പറ്റിയിട്ടും അവരുടെ ആ ഒരു മെത്തേഡ്, അവരുടെ ഒരു കൃഷി രീതികളെ പറ്റിയിട്ടും പറഞ്ഞു. Do you know how dear these farmers are to us? നിനക്കറിയോ ഈ ഫാമേഴ്സ് ഒക്കെ എങ്ങനെയാണ് നമ്മളോട് എന്തൊക്കെയുള്ളത് നിനക്കറിയാമോ എന്ന്, നമുക്ക് എത്ര പ്രിയപ്പെട്ടതാണെന്ന്. Their hearts are filled with love, said എച്ചുവമ്മ. ഇപ്പം എച്ചുവമ്മ പറയാണ് അവരുടെ ഹേർട്സ്, അവരുടെ ഹൃദയം എന്ന് പറയുന്നത് സ്നേഹത്താൽ നിറഞ്ഞതാണ്. You know fallen flowers leaves and dead insects decay in the soil. It is good manure for plants. എന്താണ് നിനക്കറിയോ ഈ ഫോളൻ ഫ്ലവേഴ്സ്, പൊഴിഞ്ഞു വീഴുന്ന പൂക്കളും ഇലകളും അതുപോലെ തന്നെ ചത്തുപോയ പ്രാണികളും മണ്ണിലേക്ക് അലിഞ്ഞു ചേരുന്നത് ഈ മണ്ണിന്, ഈ ഒരു പ്ലാന്റ്സിന് വളരെയധികം നല്ലൊരു മാനുവർ ആണ് എന്ന് പറയാണ്, നല്ലൊരു വളമാണ് എന്ന് പറയാണ്. She added, she became silent for a while and continued. അവള് കുറച്ചു നേരം കൂടെ ആ ഒരു ഗ്രാൻഡ്മ ഇങ്ങനെ സൈലന്റ് ആയിട്ട് നിന്നിട്ട് പിന്നെയും പറഞ്ഞു, The paddy fields are gradually disappearing these days. She said with sigh. Sigh means sadness, ഒരു വിഷമത്തോടുള്ള ഒരു ദീർഘശ്വാസത്തോടു കൂടി അവൾ പറഞ്ഞു, ഇന്നത്തെ പാഡി ഫീൽഡ്സ് എല്ലാം നശിച്ചുകൊണ്ട് ഇരിക്കുകയാണ്, അല്ലെങ്കിൽ കാണാതായിക്കൊണ്ടിരിക്കുകയാണ്. She took a bunch of paddy plants and held it close to her chest. അവളൊരു ബഞ്ച് ഓഫ് പാഡി പ്ലാന്റ്സ് പിഴുതെടുത്തിട്ട് അവളുടെ നെഞ്ചോട് ചേർത്ത് വെച്ചു. പിന്നെന്താണ്, ഷീ സ്റ്റാർട്ടഡ് സിംഗിങ് എ മെലോഡിയസ് ഫോക്ക് സോങ്. അവള് ഒരു നല്ല ഭംഗിയുള്ള ഒരു നാടൻ പാട്ട് പാടാനായിട്ട് ആരംഭിച്ചു. ജസ്റ്റ് എ പാരഗ്രാഫും കൂടെ പഠിച്ചത് നിർത്താം. The sweet melody echoed in the field. Echoed in the field. അതായത് ആ ഒരു സ്വീറ്റ് ആയിട്ടുള്ള മെലോഡിയസ് ആയിട്ടുള്ള ആ സോങ്, ആ പാടം, ആ ഒരു വയല് മുഴുവനായിട്ടും എന്ത് ചെയ്തു, പ്രാപിച്ചു. അതായത് അങ്ങനെ ആ ഒരു എക്കോ കേട്ടു എന്നാണ് പറയുന്നത് അവിടെ. പാറു വാസ് വെരി ഇമ്മേഴ്സ്ഡ് ഇൻ ദ സോങ്. ഇമ്മേഴ്സ്ഡ് മീൻസ് വളരെയധികം അവൾക്ക് അത് ഇഷ്ടപ്പെട്ടു എന്നാണ്. വളരെയധികം പാറുവിന് ആ പാട്ട് ഇഷ്ടപ്പെട്ടു. സഡൻലി ഷീ തോട്ട് about her father. She looked back towards her home, wondering if her father had returned. അതാണ് പെട്ടെന്ന് അവൾക്ക് അവളെ അച്ഛനെ ഓർമ്മ വന്നിട്ട് അവൾ പെട്ടെന്ന് തന്നെ വീട്ടിലോട്ട് തിരിഞ്ഞു നോക്കി. എന്തെന്ന് വിചാരിച്ചിട്ട്, അവളെ അച്ഛൻ തിരിച്ചു വന്ന് കാണും എന്ന് വിചാരിച്ചിട്ട്. She knew very well that he wouldn't allow his old mother to stand for so long in sun. എന്താണ്, അവൾക്ക് നന്നായി അറിയായിരുന്നു അമ്മുമ്മേനെ ഒരിക്കലും കുറേ നേരമൊന്നും അച്ഛൻ വെയിലത്ത് നിർത്തില്ലായിരുന്നു എന്ന്. എച്ചുവമ്മ was 68, but her spirits remained strong. Spirits means അവളുടെ ആ ഒരു ശക്തി, ആ ഒരു ശക്തി, നടക്കാനുള്ളതും ജോലി ചെയ്യാനുള്ളതും ഒക്കെ ഒരു ത്രാണി നമ്മൾ പറയില്ലേ, അത്. അവള് എച്ചുവമ്മക്ക് 68 വയസ്സായിരുന്നു. പക്ഷേ ആ എച്ചുവമ്മയുടെ ആ ഒരു ശക്തിയും ആ ഒരു ത്രാണിയും ആ ഒരു എല്ലാം കൊണ്ടും അവൾ വളരെ സ്ട്രോങ് ആയിരുന്നു എന്ന് പറയാണ് അദ്ദേഹം. ഓക്കെ, അദ്ദേഹം എന്ന് നമുക്ക് വിളിക്കാം. പിന്നെന്താണ്, എച്ചുവമ്മ വാസ് അഗൈൻ ബിസി വിത്ത് ദ വർക്ക്. സൂൺ ഷീ ലെഫ്റ്റ് എ ജെന്റിൽ ടച്ച് ഓൺ ഹെർ ഷോൾഡർ. ഇറ്റ് വാസ് പാറുസ് ഫാദർ. ഹി ജെന്റ്ലി ഹെൽഡ് ഹെർ ഹാൻഡ് ആൻഡ് സെഡ്. എന്താണ്, എച്ചുവമ്മ ഭയങ്കര ബിസി ആയിരുന്നു അവളുടെ വർക്കിൽ. അപ്പോൾ എന്താണ്, പെട്ടെന്ന് അവൾക്ക് അവളുടെ തോളിൽ ആരോ വന്ന് പിടിക്കുന്നത് പോലെ തോന്നി, അവളുടെ തോളിൽ ആരോ വന്ന് തൊടുന്നത് പോലെ അവൾക്ക് തോന്നി. അത് പാറുവിന്റെ അച്ഛനായിരുന്നു എന്ന് പറയണം. അദ്ദേഹം പറഞ്ഞു, അമ്മ, it is getting very hot. If you stay out here in the hot sun, you will be totally exhausted. Let's go home എന്ന് പറയണം. എന്താണ്, അമ്മ, ഇത് ഭയങ്കര ചൂടാണ് ഇവിടെ. അമ്മ ഇവിടെ ഇനിയും നിൽക്കുകയാണെങ്കിൽ അമ്മ പൂർണ്ണമായും തളർന്നു പോകും. എക്സോസ്റ്റഡ് മീൻസ് തളർന്നു പോകുക. അതുകൊണ്ട് നമുക്ക് വീട്ടിൽ പോവാം. ബട്ട് എച്ചുവമ്മ looked at him with a tender smile.
smiled and replied, "The farm is my home, dear. I quite fine here." എന്താണ് പെച്ചു അമ്മ റിപ്ലൈ ചെയ്തു, ഈ ഒരു ഫാം ലാൻഡ് എന്ന് പറയുന്നത്, ഒരു ഫീൽഡ് എന്ന് പറയുന്നത് എൻ്റെ വീട് തന്നെയാണ്. ഞാൻ മുമ്പുള്ളവരൊക്കെ കൃഷി ചെയ്തല്ല, അതായിരിക്കും അങ്ങനെ പറഞ്ഞത്. എൻ്റെ വീട് തന്നെയാണ്. അതുകൊണ്ട് എനിക്കിപ്പോഴും ഇവിടെ നിൽക്കുന്നതിൽ യാതൊരു പ്രശ്നമില്ല, എനിക്ക് യാതൊരു തളർച്ചയും വന്നിട്ടില്ല എന്ന് പറയാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ടിരിക്കുന്ന ഇഷ്ടമാണ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, സപ്പോർട്ട്. ഇത്രയുള്ളൂ. ബൈ.